അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഫ്ളലുസ് സ്വലാത്തി വഅതമ്മുത് തസ്ലീമി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ളുലുമാതിൽ വഹ്ം വഅക്രിംനാ ബിനൂരിൽ ഫഹ്ം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹ്ഹിൽ അഖ്ലാഖനാ ബിൽ ഹിൽം വജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 4ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതിനോടനുബന്ധിച്ചുണ്ടായ അത്ഭുത സംഭവങ്ങളുമാണ് നാം ചർച്ച ചെയ്തത്. പ്രവാചകരുടെ നെഞ്ചു പിളർത്തിയ സംഭവവും അതിൻ്റെ കാരണവും വ്യക്തമാക്കി. പ്രിയരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം മുഖേന ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹക്കുണ്ടായ ധാരാളം ബർക്കത്തുകൾ നാം സൂചിപ്പിച്ചുവല്ലോ. അത് നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായി നമുക്കത് ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം തന്നെ ബർക്കത്താണ്, പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി അഥവാ ഇടനിലക്കാരനാക്കി ദുആ ചെയ്താൽ ഉത്തരമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് തവസ്സുൽ? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടനിലക്കാരനാക്കി ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് നേരിട്ട് ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് ഇന്നാലിന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് തവസ്സുൽ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കാരുണ്യത്തിൻ്റെ ഉറവിടമാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുന്ന പോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അള്ളാഹു താങ്കളെ നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് തവസ്സുൽ അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് പാടില്ലെന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റുമാണ്. സയ്യിദ് റമളാൻ അൽ ബൂത്തി ഈ വിഷയം തൻ്റെ കുബ്റൽ യഖീനിയാത്തുൽ കൗനിയ എന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം ചർച്ച ചെയ്യുന്നുണ്ട്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടനിലക്കാരനാക്കി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാ കാരുണ്യത്തിൻ്റെയും ഉറവിടമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലായിരുന്നു തവസ്സുലാക്കി പ്രാർത്ഥിച്ചിരുന്നത്. വഫാത്തിന് ശേഷം അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അങ്ങനെ വാദിക്കുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും വഫാത്തിന് ശേഷവും അള്ളാഹുവിൻ്റെ പക്കൽ പ്രവാചകനുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഇടനിലക്കാരാക്കി ദുആ ചെയ്യുന്നത്. ആ സ്ഥാനം വഫാത്തിന് ശേഷവും നശിക്കുന്നില്ല. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥാനമുണ്ടായിരുന്നുവെന്നും വഫാത്തിന് ശേഷം പ്രസ്തുത സ്ഥാനം ഇല്ലാതായെന്ന് വാദിക്കുന്നത് തനിച്ച നിഷേധമാണ്, തനിച്ച സത്യനിഷേധമാണ്. ഏതായാലും ഈ പോയിന്റിൽ കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഹൃദയം പിളർത്തിയ സംഭവവും അതുപോലെ നമ്മൾ ചർച്ച ചെയ്തു. അതൊരു അസാധാരണ സംഭവമായിരുന്നു. അത്തരം സംഭവങ്ങൾക്ക് ഇർഹാസാത്ത് എന്നാണ് പറയുന്നത്. നുബുവത്തിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, അഥവാ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അവയെ മോജിസത്ത് എന്ന് പറയുന്നു. മോജിസത്തിൻ്റെ ഡെഫിനിഷനും മറ്റും വേറൊരു ക്ലാസ്സിൽ നമ്മൾ സവിസ്തരമായി ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമുക്കവിടെ വിശദീകരിക്കാം. ഇർഹാസാത്താണ് നിലവിലെ നമ്മുടെ ചർച്ചാ വിഷയം. മോജിസത്തിൻ്റെയും ഇർഹാസാത്തിൻ്റെയും പൊതുവായ ഘടകം അംറുൻ ഖാരിഖുൽ ആദത്ത് എന്നതാണ്, അഥവാ അസാധാരണ സംഭവങ്ങൾ. ഇർഹാസാത്ത് പ്രവാചകരുടെ ജനനത്തിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ആനക്കലഹം. അത് അടുത്ത ക്ലാസ്സിൽ കഅബയുടെ പുനർനിർമ്മാണം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രവാചകരുടെ ജനനത്തോടൊപ്പവും ചില ഇർഹാസാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഗർഭസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും ഭാരമില്ലാത്തതും, അതുപോലെ തന്നെ ജനന സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് പ്രകാശം കണ്ടതും മറ്റും നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ ജനനത്തിന് ശേഷവും നുബുവത്തിന് മുമ്പായി ചില ഇർഹാസാത്ത് സംഭവിക്കുന്നുണ്ട്. ഇന്ന് നമുക്കത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തിരിച്ചെത്തിയതിന് ശേഷം കുറച്ചു കാലം മാതാവിനോടൊപ്പം ജീവിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്കുത്തരം നൽകി പ്രവാചകരുടെ മാതാവ് പ്രവാചകരുടെ 6-ാം വയസ്സിൽ മരണപ്പെട്ടു. ശേഷം അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമായിരുന്നു വളർത്തിയിരുന്നത്. പക്ഷേ ആ തണലും വൈകാതെ മാഞ്ഞുപോയി. പ്രവാചകരുടെ 8-ാം വയസ്സിൽ അബ്ദുൽ മുത്തലിബും വഫാത്തായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിരുന്ന അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. അബൂ താലിബും അതേ പ്രകാരം തന്നെ സ്വന്തം മക്കളെക്കാൾ സ്നേഹത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്. അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ പല അസാധാരണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, അഥവാ പല ഇർഹാസാത്തും സംഭവിക്കുന്നുണ്ട്. ഒരിക്കൽ അബൂ താലിബ് ഷാമിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ കൂട്ടി. പ്രസ്തുത യാത്രയിലാണ് ബഹീറ എന്ന പുരോഹിതനെ കണ്ടുമുട്ടുന്നത്. അന്ന് ബഹീറയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംഭവിച്ചതൊക്കെയും മഹാത്ഭുതങ്ങളായിരുന്നു. നാളത്തെ പ്രവാചകനാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് സഹയാത്രികരെ അന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. യാത്രാ സംഘം ബഹീറ എന്നവരുടെ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം മഠത്തിൽ നിന്ന് പുറത്തു വന്നു. നേരെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചു. കാരണം പ്രവാചകരുടെ ശരീരത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നൊരു മുദ്രയുണ്ടായിരുന്നു, അഥവാ ഖത്മുൻ നബുവ. ഖത്മുൻ നബുവയെക്കുറിച്ച് വ്യത്യസ്ത ഹദീസുകളിൽ പരാമർശമുണ്ട്. ഉദാഹരണത്തിന് സായിബ് ഇബ്നു യസീദിൽ നിന്ന് ഒരു ഹദീസ് ഇപ്രകാരം ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. ദഹബ്തു ബി ഖാലതി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ എൻ്റെ മാതൃ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഇബ്ന ഉഖ്തി വജഅൻ ഫമസഹ റഅസി വദഅ ലി ബിൽ ബറക, എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തല തടവുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. സുമ്മ തവല്ലഅ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തു. ഫശരിബ്തു മിൻ വുളൂഇഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉറ്റി വീഴുന്ന ആ വെള്ളം ഞാൻ കുടിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കണം, എത്രത്തോളമായിരുന്നു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ. ആ വുളൂ എടുക്കുന്ന നേരം വെള്ളം ഇങ്ങനെ ഉറ്റി വരുന്ന നേരം ആ വെള്ളത്തിൽ നിന്ന് കുടിച്ചു. സുമ്മ ഖുംതു ഖൽഫ ളഹ്രിഹി, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറകിൽ നിന്നു. ഫനളർതു ഇലാ ഖാതമിൻ നുബുവ ബൈന കതിഫൈഹി, അപ്പോൾ 2 ചുമലിനിടയിൽ ഞാൻ ഖാതമുൻ നുബുവ കണ്ടു. മിസ്ല സിറിൽ ഹജല എന്ന് പറഞ്ഞാൽ അത് വെട്ടുകിളിയുടെ മുട്ട പോലെയായിരുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇമാം സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണിത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഈ ഒരു ഖത്മുൻ നുബുവ ബൈദുൽ ഹമാമ അഥവാ പ്രാവിൻ്റെ മുട്ട പോലെയാണ് എന്നും പറയുന്നുണ്ട്. ഓരോരുത്തരും അവർക്ക് തോന്നിയ പോലെ ഇതിനെ വിശേഷിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ ഭിന്നതയുണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഒരു സ്മെല്ല് അനുഭവിക്കുകയാണെങ്കിൽ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് പറയുക. ചിലർക്കത് റോസാപ്പൂവിൻ്റെ മണമായിരിക്കും, ചിലർക്കത് ചെമ്പരത്തിയുടെ മണമായിരിക്കും. അങ്ങനെ വ്യത്യസ്ത രീതിയിലായിരിക്കും അവർ ഓരോരുത്തരും വിശേഷിപ്പിക്കുക. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ചെറിയ ഒരു മുഴ പോലെ ഒന്നും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ബഹീറ കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായതും. അങ്ങനെ ബഹീറ ഭക്ഷണമൊക്കെ തയ്യാറാക്കി അത് കഴിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ഭാഗത്തേക്ക് തണലിങ്ങനെ നീങ്ങി വന്നു. മാത്രവുമല്ല മേഘമുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകി. ഇതൊക്കെ കണ്ട് എല്ലാവരും വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ശേഷം അബൂ താലിബിനോട് പ്രവാചകനുമായി റോമിലേക്ക് പോകരുതെന്ന് ബഹീറ കൽപ്പിച്ചു. കാരണം റോമിലുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലായാൽ അവർ വധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തന്നെ റോമിലെ ചില ആളുകൾ അവിടെ പ്രവാചകനെയും അന്വേഷിച്ച് എത്തുകയും ചെയ്തിരുന്നു. അവരോട് ചോദിച്ചു, മാ ജാഅബിക്കും, എന്തിനാണ് നിങ്ങൾ വന്നത്?
അപ്പോൾ റോമിലുള്ള അവർ വന്ന് പറഞ്ഞു, ജിഅ്നാ ലിഹാദൻ നബി, ഞങ്ങൾ ഈ പ്രവാചകനെയും അന്വേഷിച്ചാണ് വന്നത്. ബലഗന അന്നഹു ഖാരിജുൻ ഫി ഹാദ ത്വരീഖ്, ഈ പ്രവാചകൻ ഈ വഴി പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വലം യബ്ഖ തരീഖുൻ ഇല്ലാ വഖദ് ബഅസ ഇലൈഹി നാസുൻ, ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും ഈ പ്രവാചകനെയും അന്വേഷിച്ച് ഞങ്ങൾ ആളെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളോടും പറഞ്ഞു, ഞങ്ങളും ആ പ്രവാചകനെയും അന്വേഷിച്ച് ഈ വഴി വരികയാണ് ചെയ്തത്. അങ്ങനെ കുറേ നേരം അവർക്കിടയിൽ സംസാരം നടക്കുന്നുണ്ട്. എല്ലാം കൂടി ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. മുഹമ്മദ് സല്ലാബി അദ്ദേഹത്തിൻ്റെ അസീറ അന്നബവിയ എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അവസാനം അവർ പ്രവാചകരുടെ മുന്നേറ്റത്തിൽ നിന്ന് പ്രവാചകരെ തടയാൻ ഒരു ശക്തിക്കും ഒരിക്കലും സാധ്യമല്ലെന്ന് മനസ്സിലാക്കി അവരുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്തത്. ഏതായാലും യാത്ര പൂർത്തിയാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. അന്ന് അബൂ താലിബിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നുവെന്ന് ചില ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെറുപ്പത്തിലേ കണ്ടത് കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവർ പ്രവാചകരെ മുന്നും പിന്നും നോക്കാതെ വിശ്വസിച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാലത്ത് ഒരാൾ വന്ന് ഞാൻ ഇന്നലെ 10 മിനിറ്റ് കൊണ്ട് ലണ്ടനിലെത്തിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? എല്ലാവരും പറയുന്നവരെ കളിയാക്കല്ലേ ചെയ്യുക. അതും യാത്രാ സൗകര്യങ്ങൾ ഇത്രയധികം അധികരിച്ച ഈ കാലഘട്ടത്തിൽ. എന്നാൽ യാത്ര ചെയ്യാൻ ഒട്ടകം മാത്രമുള്ള ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നുവെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വവുമായി വരുന്ന സന്ദർഭത്തിൽ പ്രവാചകരിൽ വിശ്വസിക്കാനുള്ള എല്ലാ കാര്യവും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അഥവാ ഇങ്ങനെയുള്ള നിരവധി ഇർഹാസാത്തുകൾ അന്ന് സംഭവിച്ചിരുന്നു. മറ്റു പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ്, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്നോട് സലാം പറഞ്ഞിരുന്ന കല്ലിനെ എനിക്കറിയാം. ഇന്നി ലഅരിഫുഹു അൽ ആൻ, ഇപ്പോഴും ഞാൻ അതിനെ ആ കല്ലിനെ കൃത്യമായ ആ കല്ലിനെ തന്നെ എനിക്കറിയാം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കല്ല് സലാം പറഞ്ഞിരുന്നുവെന്നും ആ കല്ല് എനിക്കറിയാം എന്നൊക്കെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇർഹാസാത്തിൽ പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പുള്ള അസാധാരണ സംഭവങ്ങളായിരുന്നു. ചുരുക്കത്തിൽ നമ്മളിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യരെ പോലെയല്ല വളർന്നത് എന്നാണ് വിശദീകരിച്ച് പറഞ്ഞത്. പക്ഷേ ഇതൊരിക്കലും ഒരു മനുഷ്യൻ എന്നതിനപ്പുറം മറ്റെന്തോ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നിഗമനത്തിലേക്ക് നമ്മളെ ഒരിക്കലും എത്തിക്കരുത്. നമ്മളെപ്പോലെ കുടിക്കുകയും ഭക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ദേഷ്യപ്പെടുകയും എല്ലാം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അസാധാരണ സംഭവങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠനാക്കി എന്നത് മാത്രമാണ് വ്യത്യാസം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സാധാരണ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് മാറ്റി ചിലർ ദൈവമാക്കി പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുതെന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, ഹേ വേദക്കാരെ, മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പരിധി വിടുകയോ സത്യമല്ലാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ ജൽപ്പിക്കുകയോ അരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നില്ല. നിരവധി സംഭവങ്ങളും ഇതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാവായിരിക്കെ ഒരു വീട്ടിലെ കല്യാണത്തോടനുബന്ധിച്ച് ഗാനമേള ആസ്വദിക്കാനായി വല്ലാതെ താല്പര്യമുണ്ടായി. അഥവാ സാധാരണ മനുഷ്യരെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്ന സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാനായി പോവുകയും ചെയ്തു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പാണ് ഇതെന്ന് പ്രത്യേകം ഓർക്കണം. പക്ഷേ അന്ന് പാട്ട് ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെയാണ് എഴുന്നേൽക്കുന്നത്. അതിനുശേഷം അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യരെ പോലെ തന്നെ ആസ്വാദനത്തിനും പ്രവാചകർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അറിയിച്ചു കൊടുത്തതും അള്ളാഹു നൽകിയതുമല്ലാതെ യാതൊന്നും പ്രവാചകനില്ലെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം.
പ്രവാചകരുടെ പ്രിയതമയായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെ വ്യഭിചാര ആരോപണം ഉയർന്നിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നുവെന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തി തരുന്നതായിരുന്നു. ആ സന്ദർഭത്തിലെ പ്രവാചകരുടെ സമീപനത്തിലൂടെ കണ്ണോടിക്കുന്ന ഏതൊരാൾക്കും പ്രവാചകരിലെ മനുഷ്യനെ പകൽ പോലെ കാണാൻ സാധിക്കും. ആ വിഷയം നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ഹദീസും കൂടി പഠിക്കാം. ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിടനായി സ്വന്തം ആവശ്യത്തിനും വീട്ടുകാർക്കുമായി പണം സമ്പാദിച്ചിരുന്നു. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മാ ബഅതല്ലാഹു നബിയൻ ഇല്ലാ റഅൽ ഗനം. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ച് നടന്നിരുന്നു. ഖാല അസ്ഹാബുഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ചോദിച്ചു, വ അൻത, പ്രവാചകരെ അങ്ങും ആടിനെ മേച്ച് നടന്നിരുന്നു? ഫഖാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ, ഞാനും ആട് മേച്ചിനെ നടന്നിരുന്നു. കുന്തു അർആഹ അലാ ഖറാറീത ലി അഹ്ലി മക്ക. തുച്ഛമായ പണത്തിന് വേണ്ടിയിട്ട് മക്ക നിവാസികൾക്ക് വേണ്ടി ഞാനും ആടിനെ മേച്ച് നടന്നിരുന്നു എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമായതെല്ലാം നൽകാൻ അബൂ താലിബ് തയ്യാറായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം തീരുമാനിച്ചതാണ് ജോലിയെടുക്കാനും പണം സമ്പാദിച്ച് കുടുംബത്തിനൊരു താങ്ങാവാനും. ഇതും വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. പ്രബോധകൻ തൻ്റെ സമൂഹത്തെ സമ്പത്തിനായി ഒരിക്കലും ആശ്രയിക്കരുത്. അത് വളരെ മോശമായിട്ടുള്ള ഏർപ്പാടാണ്. മാത്രമല്ല, തങ്ങളുടെ ആവശ്യത്തിനായി പ്രബോധിതരെ ആശ്രയിക്കുന്ന പ്രബോധകരുടെ ഉപദേശങ്ങൾ വേണ്ട രീതിയിൽ സ്വാധീനം ചെലുത്തുകയുമില്ല. ഖുർആനിൽ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂക്തമുള്ളത് സൂറത്തു ഷുആറയിലാണ്. നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം തുടർച്ചയായി ആ സൂറത്തിൽ പറയുന്നുണ്ട്. ഓരോ പ്രവാചകരുടെ ചരിത്രവും പറഞ്ഞതിന് ശേഷം വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. അഥവാ ഞാൻ നിങ്ങളോടൊന്നും കൂലി ആവശ്യപ്പെടുന്നില്ല, എനിക്ക് അള്ളാഹു കൂലി നൽകും എന്ന് ആവർത്തിച്ച് പറയുന്നത് കാണാം. ഓരോ പ്രവാചകന്മാരും ഇങ്ങനെ പറഞ്ഞതായി ആ സൂറത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, പാരായണം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പാദ്യം കച്ചവടം ചെയ്തോ മറ്റു രീതിയിലോ നമ്മൾ തന്നെ സമ്പാദിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സത്യം തുറന്നു പറയാൻ സാധിക്കുകയുള്ളൂ. അതിന്നും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും സത്യത്തോടും നീതിയോടും ചേർന്ന് നിൽക്കാൻ തടസ്സമാകുന്നത് അന്നം മുട്ടുമോ എന്ന ഭയമാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിന് സ്വയം അധ്വാനിച്ച് പണം സമ്പാദിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരുടെ ശൈലിയും അതായിരുന്നു. പഠനത്തോടും ഗ്രന്ഥരചനയോടുമൊപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗവും ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം അവസാനിക്കാറായിരിക്കുന്നു. ഇന്ന് നമ്മൾ ഇത്രയും പറഞ്ഞ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.